നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 460 ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണ സ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 5-ാം അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകമാണ് ഇന്ന് പറയേണ്ടത്. ശ്ലോകം 10. ഹംസേ ഗുരുമയി ഭക്ത്യാനുവൃത്യ വിതൃഷ്ണയാ ദ്വന്ദ്വ ഇതി ക്ഷയാച സർവത്ര ജന്തോർവ്യസനാവഗത്യ ജിജ്ഞാസയാ തപസേഹാനിവൃത്യാം. ഇതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ ഹംസതുല്യനായ ഗുരുവിലും, അതായത് ഗുരു എന്ന് പറഞ്ഞാൽ ഹംസ ആണെന്നാണ് പറഞ്ഞത്. ഹംസം എന്ന് പറഞ്ഞാൽ പാലും വെള്ളവും ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്താൽ വെള്ളത്തെ തുപ്പി പാല് മാത്രം കഴിക്കും, അങ്ങനെയാണ്. അതായത് അവർക്ക് ഈ താടയിലൊരു ഗ്രന്ഥി ഉണ്ടെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ പാല് മാത്രം വലിച്ചെടുക്കാനുള്ള ശക്തിയുണ്ട്, അല്ലെങ്കിൽ വെള്ളം വേറൊരു വഴിക്ക് പോകാനുള്ള ഉപകരണമുണ്ട്. അങ്ങനെ എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. അപ്പോൾ എന്നിലും ഭക്തി കൊണ്ടും അനുസരണം കൊണ്ടും ആശാത്യാഗം കൊണ്ടും എന്തിനെ ത്യാഗം ചെയ്യേണ്ടത്? ആവശ്യകതകളെ, ആവശ്യത്തിൽ കൂടുതലുള്ള ആഗ്രഹങ്ങളെ ത്യാഗം ചെയ്യണം. അതാണ് ആശകളെ എന്ന് പറഞ്ഞാൽ ലെസ്സർ ദി വിഷസ് മോർ വിൽ ബി ദി കംഫർട്ട് എന്നൊരു അർത്ഥവാക്യമുണ്ട്. അപ്പോൾ ആശാത്യാഗം കൊണ്ടും സുഖദുഃഖങ്ങളിലുള്ള ക്ഷമ കൊണ്ടും പ്രാണിക്ക് എല്ലാ ദിക്കിലും വ്യസനമാണെന്നറിയുന്നത് കൊണ്ടും, പ്രാണനുണ്ടെങ്കിൽ വ്യസനമാണ് ജാസ്തി. അത് ചീപ്പാണ്, വെറുതെ ചീപ്പായിട്ട് കിട്ടും. എളുപ്പം കിട്ടുന്നതാണ് ദുഃഖം. സുഖം എന്നുള്ളത് എളുപ്പം കിട്ടില്ല. ആനന്ദം എന്നുള്ളത് വളരെ ശ്രമിച്ചാൽ മാത്രം ഉണ്ടാവുന്ന കാര്യമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അറിയണമെന്ന താല്പര്യം കൊണ്ടും തപസ്സുകൊണ്ടും കർമ്മത്യാഗം കൊണ്ടും. അത് കർമ്മത്യാഗം എന്ന് പറഞ്ഞാൽ എന്താ? കർമ്മം കൊണ്ട് കാര്യമില്ല, റിസോൾവ്മെൻറ്റ് എന്താണെന്ന് പറയുക, നിവൃത്തി മാർഗം വേണം. നിവൃത്തി കൊണ്ട് മാത്രമേ രക്ഷപ്പെടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവതലം എന്താ? അഹന്താരൂപമായ കാരണം നശിക്കുമ്പോൾ ഹൃദയഗ്രന്ഥി നശിക്കും എന്നാണല്ലോ പറഞ്ഞത്. കാരണനാശത്തിന് പരിശ്രമം അധികം ആവശ്യമാണെന്നും മുമ്പ് സൂചിപ്പിച്ചു. ഇപ്പോൾ ഇന്ന വിധമാണ് പരിശ്രമിക്കേണ്ടത് എന്ന് 4 പദ്യം കൊണ്ട് നിരൂപിക്കുന്നു. ജലത്തിൽ കലർന്നിരിക്കുന്ന പാലിനെ വേർതിരിച്ചെടുക്കുന്ന ഹംസപക്ഷിയെ പോലെ ജഡത്തിൽ കലർന്നിരിക്കുന്ന ചൈതന്യത്തെ വേർതിരിച്ചെടുക്കാൻ ശക്തനായ ഗുരുവിലും ഈശ്വരനായ എന്നിലും പരമപ്രേമലക്ഷണയായ ഭക്തി, സേവ, വിഷയാനുഭവത്തിൽ ആഗ്രഹമില്ലായ്മ. അപ്പോൾ ഗുരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാശിന് വിദ്യ കൊടുക്കുന്നവനല്ല, ശിഷ്യൻ്റെ ശ്രേഷ്ഠമായ അവസ്ഥയ്ക്ക് കാരണഭൂതനാവുക എന്നുള്ളതാണ് ഒരു ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥ. അപ്പോൾ അതിന് മൂല്യം ചോദിക്കരുത്. മൂല്യം എന്താ? ഈശ്വരനെ തരിക. എന്താ ഈശ്വരൻ തരുന്നത്? ക്ഷമാശീലം, പിന്നെ ദുഃഖത്തെയും സുഖത്തെയും ഒരുപോലെ കരുതാനുള്ള വിദ്യ. അതുകൊണ്ട് സുഖദുഃഖങ്ങളെ സഹിപ്പാനുള്ള ക്ഷമ, ഇഹത്തിലും പരത്തിലും പ്രാണികൾക്ക് ദുഃഖമല്ലാതെ സുഖാനുഭവമില്ലെന്നുള്ള എന്താണെന്നാ പറയുക, പരിചയം, അനുഭവം. ഇന്ദ്രിയങ്ങളെ അടക്കുവാൻ ഉപകരിക്കുന്ന ആഹാര നിയമം മുതലായ തപസ്, കാമ്യകർമ്മങ്ങളുടെ പരിത്യാഗം, സത്യമേത് അസത്യമേത് എന്ന് തിരിച്ചറിവാനുള്ള താല്പര്യം എന്നീ സാധനങ്ങൾ അഹങ്കാരജയത്തിൽ സഹായിക്കുന്നവയാകുന്നു.
അഹങ്കാരത്തെ ജയിക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത ശ്ലോകം 11. മത് കർമ്മഭിർമത് കഥയാച നിത്യം. നിത്യേന ഭഗവാന്റെ കഥകൾ കേൾക്കണം എന്ന്. അപ്പോൾ ചോദിക്കും, ജോലിക്ക് പോകണ്ടേ എന്ന്. ജോലിക്ക് പോയിക്കോളൂ, ഇതിനൊരു സമയം സ്ലോട്ട് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ടോ മദ്ദേവസംഗാത് ഗുണകീർത്തനാന്മേ നൈർവൈര്യസാമ്യോപശമേന പുത്ര ജിഹാസയാ ദേഹഗേഹാത്മബുദ്ധേ. അതായത് ദേഹവും ഗേഹവും അല്ല, ഏത് ആത്മാവ് എന്ന് തിരിച്ചറിവുണ്ടാവണം. അതിൻ്റെ വാക്കാർത്ഥം എങ്ങനെയാണ് വരുന്നത്? എനിക്കായി കൊണ്ടുള്ള കർമ്മങ്ങളാലും ഈശ്വരനെ പ്രീതിപ്പെടുത്താനുള്ള കർമ്മങ്ങൾ ചെയ്താൽ ക്ഷീണിക്കില്ല. ഭൗതിക നിറവേറ്റാനുള്ള കർമ്മങ്ങൾ ചെയ്താൽ ക്ഷീണിക്കും. പിന്നെയോ നിത്യം നിരന്തരം എൻ്റെ കഥ കൊണ്ടും ഞാനാകുന്ന ദേവനോടുകൂടിയവരുടെ ചേർച്ച കൊണ്ടും എൻ്റെ ഗുണകീർത്തനം കൊണ്ടും നിർവൈരം സാമ്യം ഉപശമം എന്നിവ കൊണ്ടും ദേഹത്തിലും ഗേഹങ്ങളിലുമുള്ള ആത്മബുദ്ധിയുടെ ത്യാഗത്തിലുള്ള ഇച്ഛ കൊണ്ടും ഹേ പുത്രന്മാരെ നിങ്ങൾ ശാന്തരാകുവിൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു അച്ഛന് മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷണം എന്താ? ലൗകികതയിൽ താല്പര്യം ജനിക്കാതെ കണ്ട് ആധ്യാത്മികത്തിൽ മുന്നേറാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. അല്ലയോ പുത്രന്മാരെ, എൻ്റെ പ്രസാദത്തിനായിട്ട് കർമ്മങ്ങൾ സമർപ്പിക്കുക, നിരന്തരം എൻ്റെ കഥകൾ കേൾക്കുക, എന്നെ തന്നെ ആരാധ്യദേവനായി കരുതിയിരിക്കുന്ന ഭക്തന്മാരോട് സംസർഗം. ഭക്തന്മാരെ പല ബ്രാക്കറ്റിലിടാം. ആത്മാരാമന്മാരായിട്ടുള്ള ഭക്തന്മാരെ കണ്ടുപിടിക്കാൻ സാധിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. എൻ്റെ ഗുണങ്ങളുടെ കീർത്തനം, പ്രാണികളിൽ വൈരമില്ലായ്മ. അപ്പോൾ ആടിനും മാടിനും കൊന്നു തിന്നാൻ പാടില്ല. അതാണ് പ്രാണികളിൽ വൈരമില്ലായ്മ. സർവരിലും സമഭാവം, ഉള്ളവരെന്നോ ഇല്ലാത്തവരെന്നോ ഉള്ള വ്യത്യാസം വരാൻ പാടില്ല. പിന്നെയോ ചിത്തശാന്തി. ചിത്തിന് ശാന്തി ഉണ്ടാവണം. ചിത്ത് എന്ന് പറഞ്ഞാൽ മിസ്റ്റ്, ആകാശം എന്നൊരർത്ഥം വരും. അപ്പോൾ അവിടെ കൊടുങ്കാറ്റുണ്ടായാൽ എന്താ ഉണ്ടാവുക? പൊടിപടലങ്ങളാണ്. പൊടിപടലങ്ങൾ ഉണ്ടായാൽ കാണില്ല. അപ്പോൾ ക്ലിയർ ആയിരിക്കണം, അന്തരീക്ഷം ക്ലിയർ ആയിരിക്കണം. ചിത്തശാന്തി, അതിനാണ് ചിത്തശാന്തി. ദേഹത്തിൽ താനെന്നും ഗൃഹാദികളിൽ തൻ്റേതുമെന്നുള്ള വിചാരമില്ലായ്മ എന്നിവയാൽ അഹന്തയെ ജയിക്കാം എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കണം. 12ാമത് ശ്ലോകം. അധ്യാത്മയോഗേന വിവിക്ത സേവയാ പ്രാണേന്ദ്രിയാത്മാഭിജയേന സദ്രക് സൽശ്രദ്ധയാ ബ്രഹ്മചര്യേണ ശശ്വത് സംപ്രമാദേന യമേന വാചാം. എന്താ പറഞ്ഞത്? അധ്യാത്മശാസ്ത്രാഭ്യാസം കൊണ്ടും വേദങ്ങളെ ഉപനിഷത്തുകളെ പരിചയപ്പെടുക, ഇതിഹാസങ്ങളെ പുരാണങ്ങളെ പരിചയപ്പെടുക, ഏകാന്തത്തിൽ വസിക്കുന്നത് കൊണ്ടും വേണ്ടതുപോലെ പ്രാണൻ, ഇന്ദ്രിയങ്ങൾ, ആത്മാവ് എന്നിവയെ ജയിക്കുന്നത് കൊണ്ടും സതിയായ ശ്രദ്ധ കൊണ്ടും ബ്രഹ്മചര്യം കൊണ്ടും എപ്പോഴും പ്രമാദമില്ലാതിരിക്കുന്നത് കൊണ്ടും വാക്കുകളുടെ അടക്കം കൊണ്ടും ജീവിക്കാൻ സാധിക്കണം. വാക്കുകളെ അടക്കുക, ഇഷ്ടമുള്ളത് പറയരുത്, ശ്രദ്ധിച്ചിട്ട് പറയണം. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്. ആത്മതത്വത്തെ വിവരിക്കുന്ന ശാസ്ത്രങ്ങൾ അഭ്യസിക്കുക, ജനസമൂഹമില്ലാത്ത ദേശത്തിൽ വസിക്കുക. അതാണ് ഏകാഗ്രതയ്ക്കുള്ള ഏറ്റവും നല്ല കാര്യം. പ്രാണായാമങ്ങൾ കൊണ്ട് പ്രാണനെയും പ്രത്യാഹാരങ്ങൾ കൊണ്ട് ഇന്ദ്രിയങ്ങളെയും ധാരണ കൊണ്ട് മനസ്സിനെയും മനനം കൊണ്ട് വാക്കിനെയും വേണ്ട വിധം ജയിക്കുക. ശാസ്ത്രത്താൽ നിശ്ചയിച്ചതിനെ അനുഷ്ഠിക്കുന്നതിൽ ശ്രദ്ധയുണ്ടായിരിക്കുക. അതിനെന്ത് വേണം? ശാസ്ത്രം എന്താണെന്ന് അറിയണം. എന്നിട്ട് സ്ത്രീ സംഘത്തെ ഉപേക്ഷിക്കുന്നതായ ബ്രഹ്മചര്യം ദീക്ഷിക്കുക. ഗൃഹസ്ഥനാണെങ്കിൽ ഋതുകാലത്തിൽ മാത്രം സംഘത്തെ സ്വീകരിക്കുക. ഋതുകാലം എന്ന് പറഞ്ഞാൽ ഋതുകാലം കഴിഞ്ഞതിൻ്റെ ശേഷം എന്നാണ് അർത്ഥം പറയുക. അല്ല ഋതുമതി ആവുമ്പോൾ
ശരീര വീഴ്ച പാടില്ല, അതറിയില്ല, അറിയണം നമ്മൾ. എന്നിട്ടോ കർത്തവ്യത്തെ ഉപേക്ഷിക്കാതിരിക്കുക. കർത്തവ്യം എന്ന് പറഞ്ഞാൽ എന്താ? കടമകൾ, കടപ്പാടുകൾ അത് മറക്കരുത്. എന്നിവയാൽ അഹങ്കാരത്തെ ജയിക്കാം എന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത ശ്ലോകം 13. സർവത്ര മദ്ഭാവ വിചക്ഷണേന ജ്ഞാനേന വിജ്ഞാന വിരാജിതേന യോഗേന ധൃത്യുദ്യതമസത്വയുക്തോ ലിംഗം വ്യാപോഹേൽ കുശലോ അഹം ആഖ്യം. എങ്ങും എൻ്റെ ഭാവത്തിൽ സമർത്ഥമായിരിക്കുന്നതും അനുഭവത്താൽ ശോഭിക്കുന്നതുമായ ജ്ഞാനത്താലും യോഗത്താലും ധൈര്യം, പ്രയത്നം, വിവേകം എന്നിവയോടുകൂടിയവനായിട്ട് സമർത്ഥനായവൻ അഹങ്കാരം എന്ന പേരോടുകൂടിയ സൂക്ഷ്മദേഹത്തെ ഉപേക്ഷിക്കണം. അഹങ്കാരം എന്ന സൂക്ഷ്മദേഹത്തെ ഉപേക്ഷിക്കണം, എന്നാൽ വിജയിക്കും. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണം. എങ്ങും എന്നെ ഭാവിക്കുന്നതിന്, അതായത് കാണുന്നതെല്ലാം നാരായണ പ്രതിമ, അപ്പോൾ അതിൽ ശത്രുമിത്രങ്ങൾ വരുമോ? ഇല്ല. അപ്പോൾ ഭാവിക്കുന്നതിന് സമർത്ഥവും അനുഭവത്തിൽ അവസാനിച്ചിരിക്കുന്നതുമായ ജ്ഞാനം, സമാധി, ധൈര്യം, പ്രയത്നം, വിവേകം എന്നിവയെ സാധനങ്ങളായി സ്വീകരിച്ചിരിക്കുന്ന സമർത്ഥനായ പുരുഷൻ അഹങ്കാരമെന്ന പേരോടുകൂടിയിരിക്കുന്ന ജീവോപാധിയെ വേരോടെ പറിച്ചു കളയണം. ഇതാണ് ഏറ്റവും വളരെ വൈഷമ്യമുള്ള കാര്യമാണെങ്കിൽ ജയിച്ചാൽ അങ്ങേയറ്റം വലുതാവും, അല്ലെങ്കിലോ അഗാധ ഗർത്തത്തിൽ വീഴും ചെയ്യും. 14-ാമത്തെ ശ്ലോകം. കർമാശയം ഹൃദയഗ്രന്ഥിബന്ധം അവിദ്യയ ആസാദിതമപ്രമത്ത അനേന യോഗേന യഥോപദേശം സമ്യക് വ്യബോഹ്യോ പരമേധയോഗാത്. കർമ്മങ്ങളുടെ ഇരിപ്പിടമായതും അജ്ഞാനത്താൽ പ്രാപിക്കപ്പെട്ടതുമായ ഹൃദയഗ്രന്ഥിരൂപമായ ബന്ധത്തെ ഉപദേശാനുസരണം പ്രമാദമില്ലാത്തവനായിട്ട് ഈ യോഗത്താൽ നിശേഷം കളഞ്ഞിട്ട് യോഗത്തിൽ നിന്ന് ഉപരമിക്കണം. വിഡ്രോ ചെയ്യേണ്ടടുത്ത് വിഡ്രോ ചെയ്യണം, അവിടെ കയറി വലസരുത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ദേഹേന്ദ്രിയാദികളിൽ ഞാനെന്നും എൻ്റേതെന്നും തോന്നിയിരിക്കുന്ന അജ്ഞാനം നിമിത്തം വന്നു ചേർന്നതും കർമ്മവാസനകൾ അടങ്ങിയിരിക്കുന്നതുമായ ലിംഗശരീര രൂപമായ സംസാരബന്ധത്തെ മുകളിൽ പറഞ്ഞ സാധനാഭ്യാസ രൂപമായ ഉപായത്തെ അംഗീകരിച്ചിട്ട് രണ്ടാമതുണ്ടാകാത്ത വിധം നശിപ്പിച്ചതിന് ശേഷം അഭ്യാസത്തിൽ നിന്ന് വിരമിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഏതിനെ നിരാകരിക്കണം, ഏതിനെ സ്വീകരിക്കണം എന്നുള്ളത് അറിയണം. പിന്നെ പറയണം, ഹൃദയത്തിൽ സ്ഥിതങ്ങളായ കാമങ്ങളെല്ലാം നശിച്ചുവെങ്കിൽ ഹൃദയഗ്രന്ഥി നശിച്ചു. ഈ നിലയിലെത്തിയവൻ ബ്രഹ്മാനന്ദത്തെ തടസ്സം കൂടാതെ അനുഭവിക്കുന്നു. കാമക്രോധ മതമത്സര ലോഭ ഭയാദികളെ ജയിച്ചവൻ ആത്മാനന്ദം അനുഭവിക്കുകയും എന്നല്ല, ബ്രഹ്മാനന്ദ സ്വരൂപനായി തന്നെ ഇരിക്കുന്നു. അവൻ്റെ രൂപം തന്നെ മാറി. അവനോട് വന്നു ചേരുന്നവരൊക്കെ ബ്രഹ്മാനന്ദ സ്വരൂപികളായിട്ട് മാറും ചെയ്യും. ഇവനാണ് ജീവൻ മുക്തൻ. എന്നിട്ടോ ഇതിനേക്കാൾ അധികരിച്ച സംഗതിയെ സമ്പാദിപ്പാൻ ഇല്ലാത്തത് കൊണ്ട് ഇവൻ സ്വതേ തന്നെ വിരതിയെ പ്രാപിക്കുന്നു. വിരതി എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തതിനെ തിരസ്കരിക്കാനുള്ള തന്ത്രപ്പാട്. എന്നാൽ കത്തിക്കഴിഞ്ഞ വസ്ത്രം ആ നിലയിൽ തന്നെ കുറേ നേരം കിടക്കുന്നത് പോലെ ദേഹം പതിക്കുന്നത് വരെ വ്യാപൃതനെന്ന പോലെ തോന്നുന്നതല്ലാതെ അവന് മനസ്സിരുത്തേണ്ടതായ കാര്യം യാതൊന്നുമില്ല. കർമ്മ നിർമുക്തനും ആത്മാരാമനുമായിരിക്കുന്നവൻ ജീവൻ മുക്തൻ എന്ന ലക്ഷണം ഇവിടെ വ്യക്തമാക്കപ്പെട്ടു എന്ന് പറഞ്ഞു. ഇനി 15-ാമത്തെ ശ്ലോകം. പുത്രാംശ ശിഷ്യാംശ്ച നൃപോ ഗുരുർവാ മല്ലോകകാമോ മദനുഗ്രഹാർത്ഥ
ഇത്തം വിപന്യുരനുശിഷ്യതജ്ഞാൻ നയോജയേ കർമ്മസു കർമ്മമൂഢാൻ കം യോജയൻ മനുജോർത്ഥം ലഭേദ നിവാദയൻ അഷ്ടദൃശം ഹി ഗർത്തേ. എൻ്റെ ലോകത്തെ കാമിക്കുന്നവനും എൻ്റെ അനുഗ്രഹമാകുന്ന പ്രയോജനത്തോടുകൂടിയവനുമായ രാജാവാകട്ടെ ഗുരുവാകട്ടെ കോപരഹിതനായിട്ട് തത്വത്തെ അറിയാത്തവരും പ്രാരബ്ധത്താൽ മോഹിക്കുന്നവരുമായ പുത്രന്മാരെയും ശിഷ്യന്മാരെയും ഇപ്രകാരം ശാസിക്കണം. ശിക്ഷിക്കണം തന്നെയാണ് പറഞ്ഞത്, ശാസിക്കണം. എന്നിട്ടോ കർമ്മങ്ങളിൽ യോജിക്കരുത്. കണ്ണിന് കാഴ്ചയില്ലാത്തവനെ കുഴിയിൽ വീഴ്ത്തുന്ന മനുഷ്യൻ ഏതൊരു പുരുഷാർത്ഥത്തെ പ്രാപിക്കും? അവൻ നന്നാവില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. കണ്ണ് കാണാത്തവനെ കുഴിയിൽ വീഴ്ത്തുന്നവൻ ഒരിക്കലും നന്നാവില്ല. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണം. ഇപ്രകാരം ഉപദേശിച്ച ശേഷം അന്യന്മാരും ഇപ്രകാരം ഉപദേശിക്കണമെന്ന് ലോകത്തെ അനുശാസിക്കുന്നു. പരമപുരുഷാർത്ഥ സ്വരൂപത്തെ അറിയാത്തതിനാൽ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരും പ്രാരബ്ധ കർമ്മബലത്താൽ കാമ്യകർമ്മങ്ങളിൽ നിന്ന് പരമസുഖം സിദ്ധിക്കുമെന്ന് മോഹിച്ചവരുമായ പുത്രന്മാരെ പിതാക്കന്മാരും ശിഷ്യന്മാരെ ഗുരുക്കന്മാരും പ്രജകളെ രാജാക്കന്മാരും ഇപ്രകാരം തന്നെ അനുശാസിക്കണം. അവിടെയാണ് ഗുരുവിൻ്റെ കടമ, അച്ഛൻ്റെ കടമ, സമൂഹത്തിൻ്റെ കടമയൊക്കെ എടുത്തു പറയുന്നത്. സ്വതേ അറിവില്ലാതെ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ അതിലേക്ക് തന്നെ പ്രേരിപ്പിക്കരുത്. ഇപ്പോഴത്തെ ഈ ക്ഷേത്ര കമ്മിറ്റിക്കാർ അറിവില്ലാത്ത ഭക്തജനങ്ങളെ അതാത് പൂജകളിൽ മാത്രം എൻഗേജ് ചെയ്യാൻ കാണിക്കുന്ന താല്പര്യം ആ ഭക്തന്മാരെ മാത്രമല്ല അജ്ഞാന അന്ധകാരത്തിലിരിക്കുന്ന ഈ ഭാഗവത തൽപരന്മാർക്കും അഗാധ കർത്തത്തിൽ വേണ്ടി വരും. അപ്പം എങ്ങനെയെങ്കിലും കുറച്ച് കോർപ്പസ് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഭാഗവതത്തെ ഉപകരിക്കരുത്. അതാ പറയാൻ കാരണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് അവരെ സംസാര സമുദ്രത്തിലേക്ക് തന്നെ തള്ളിവിടുകയാകുന്നു. കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരുവൻ കുണ്ടിൽ വീഴുവാനുള്ള വഴിയിൽ കൂടി സഞ്ചരിക്കുന്നതിനെ കാണുന്ന മറ്റൊരുവൻ ഇത് തന്നെ ശരിയായ വഴിയെന്ന് അവനോട് ഉപദേശിച്ച് കുണ്ടിൽ തന്നെ വീഴ്ത്തുവാൻ പരിശ്രമിക്കുന്ന പക്ഷം എന്ത് പുരുഷാർത്ഥമാണ് ലഭിക്കുന്നത്? എന്ത് ധർമ്മമാണ്? എന്ത് കാമാണ്? എന്തർത്ഥാണ്? എന്ത് മോക്ഷാണ്? എന്നിട്ട് പറയണു, യാതൊരു പുണ്യത്തെയും സമ്പാദിക്കുന്നില്ലെന്ന് മാത്രമല്ല പാപത്തെ സമ്പാദിക്കുകയും ചെയ്യുന്നു എന്നാണ്. എന്നിട്ടോ അതുകൊണ്ട് നിവൃത്തി മാർഗത്തെ തന്നെയാണ് പിത്രാദികൾ പുത്രാദികളോട് ഉപദേശിക്കേണ്ടത്. ഉപദേശിച്ചതിനെ അനുസരിക്കുന്നില്ലെന്ന് കണ്ടാൽ കോപിക്കരുത്, പിന്നെയും ഉപദേശിക്കണം എന്നാ. എന്തൊരു സുതാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. കോപിക്കൽ വേഗം കഴിയും. കോപം കൊണ്ട് ഇല്ലേ രാമായണത്തിൽ പറയുമ്പോൾ ഒരു കോപം കൊണ്ട് അങ്ങോട്ട് ചാടിയാൽ ഇരുകോപം കൊണ്ട് ഇങ്ങോട്ട് ചാടാമോ അല്ലേ? അതന്നെ പ്രശ്നം. 16-ാമത്തെ ശ്ലോകം നോക്കുക. ലോക സ്വയം ശ്രേയസി നഷ്ടദൃഷ്ടിർയോ അർത്ഥാൻ സമീഹേത നികാമകാമ അന്യോന്യവൈരസുകലേശഹേതോരനന്ദ ദുഃഖം ചനവേദമൂഢ. അത്യന്തം കാമത്തോടുകൂടിയ യാതൊരുവൻ താനെ തന്നെ ഭോഗ്യവസ്തുക്കളെ ആഗ്രഹിക്കുന്നുവോ ആ ലോകം ശ്രേയസ്സാധനത്തിൽ കാഴ്ചയില്ലാത്തവരാകുന്നു. ലേശസുഖത്തിനായിട്ട് തമ്മിൽ വൈരത്തോടുകൂടിയിരിക്കുന്ന ഇല്ലേ, അതായത് സഹോദരന്മാർ ജ്യേഷ്ഠാനിയന്മാർ ഒക്കെ ഒരാൾ സമ്പാദിക്കാൻ മിടുക്കൻ, ഒരാൾ സമ്പാദിക്കാൻ മിടുക്കനല്ല. അപ്പോൾ സമ്പാദിക്കാൻ മിടുക്കമില്ലാത്തവനെ ചവിട്ടിത്തേക്കരുത്. വെറുതെ വായ കൊണ്ട് ഞാൻ ലക്ഷ്മിയാണ്, അയാൾ
പിന്നെ സരസ്വതിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ ലക്ഷ്മിയാണ് എന്ന് പറഞ്ഞത് അഹങ്കാരം കൊണ്ടാണ്, അയാൾ സരസ്വതിയാണ് എന്ന് പറഞ്ഞത് അറിവില്ലായ്മ കൊണ്ടും. എന്ന് പറഞ്ഞാൽ എന്താ, സരസ്വതിയുടെ വൈദഗ്ധ്യം എന്താണ് എന്നറിയാതെ കണ്ടാണ് അയാൾക്ക് സരസ്വതി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. പറഞ്ഞ പക്ഷേയില്ലേ? അപ്പം ഇവിടെ ഭക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാശ് ഉണ്ടാവാനുള്ള ബിരുദമല്ല, കാശ് മറ്റുള്ളവർക്ക് വേണ്ടി ചെലവാക്കാനുള്ള ബിരുദമാണ് എന്തിന് സന്യാസം എന്ന് പറഞ്ഞത്. സ്വരൂപിച്ചിട്ടുള്ളത് പരപ്രേരണയില്ലാണ്ട് മറ്റുള്ളവരുടെ വെൽബീയിങ്സിന് വേണ്ടി ചെലവഴിക്കാനുള്ള സന്നദ്ധത ഉണ്ടാവണം. അതില്ലാത്ത കാശ് നായ്ക്കും പൂച്ചയ്ക്കും രോമമുണ്ടായാൽ എന്താ കാര്യം ചോദിക്കണ കൂട്ടത്തിലാണ്. ഇപ്പോൾ ഞാനിതിൻ്റെ ഇടയ്ക്കൊരു യൂട്യൂബ് കാണണ്ടായി. ബോംബെയിൽ ഒരു ഹെയർ സ്റ്റൈലിഷ് ചെയ്യുന്ന ഒരാൾ 1,00,000 രൂപയാണ് ചാർജ് ചെയ്യണത്. അതായത് സിനിമ സ്റ്റാർസ്, ജെൻസിൻ്റെ ക്രിക്കറ്റ് താരങ്ങൾ, മറ്റ് ഇൻഡസ്ട്രിയൽ മാഗ്നറ്റ്സ് 18% GST കൊടുക്കണം. അപ്പോൾ 1,18,000 രൂപയാണ് ഒരു തല ക്രോപ്പിന് ചിലവാക്കണത്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പറഞ്ഞ വർഷമുണ്ടോ? ഞാനതിനെപ്പറ്റി വളരെയധികം ആലോചിച്ച് നോക്കി. അതാണ് സത്യം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? അറിവില്ലാത്തവൻ അപാര ദുഃഖത്തെ അറിയുന്നില്ല. അറിവില്ലാത്തവൻ അപാര ദുഃഖത്തെ അറിയുന്നില്ല. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു. കർമ്മമാർഗത്തിൽ തള്ളിവിടരുതെന്ന് പറഞ്ഞതിനെ ഉപവാദിക്കുന്നു, അതായത് ഡിസ്ക്രൈബ് ചെയ്യണം. പ്രായേണ ലോകം തനിക്ക് നന്മയായ വഴി ഏതെന്നറിയുന്നില്ല. അതിന് കാരണം അടക്കുവാൻ സാധിക്കാത്തതായ കാമത്തിന് അധീനനായിട്ട് വിഷയസുഖ സാധനങ്ങളെ സമ്പാദിക്കുന്നതിൽ അതിശ്രദ്ധയോടുകൂടി ഇരിക്കുന്നു എന്നത് തന്നെയാകുന്നു. എത്രയും തുച്ഛമായ സുഖത്തെ കാക്ഷിച്ചിട്ട് തമ്മിൽ വല്ലാതെ മത്സരിക്കുന്നു. മഹാദ്രോഹം ചെയ്യുവാൻ മടിക്കുന്നില്ല. അതു നിമിത്തമുണ്ടാകുന്ന നരകപാതാദി മഹാദുഃഖത്തെ അറിയുന്നതുമില്ല. അതിനാൽ ശ്രേയോമാർഗത്തെ സംബന്ധിച്ചിടത്തോളം മിക്കവരും അന്ധന്മാരോട് സദൃശന്മാർ തന്നെ. അതാണ്, ഒരു അന്ധൻ വേറൊരു അന്ധനെ വഴി നടത്തിയാൽ 2 അന്ധന്മാരും വീഴും. നേരെ മറിച്ച് ഒരു മുടന്തനെ ചുമലിൽ കയറ്റി മുടന്തൻ പറയുന്ന മാർഗത്ത് കൂടെ ലെഫ്റ്റ് റൈറ്റ് സ്ട്രെയിറ്റ് നടക്കാൻ പ്രേരിപ്പിച്ചാൽ അന്ധൻ വീഴില്ല, മുടന്തൻ എത്തേണ്ടടുത്ത് എത്തും ചെയ്യാം. അപ്പോൾ 17ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. കസ്തം സ്വയം തദഭിജ്ഞോ വിപശ്ചിത് അവിദ്യായാം അന്തരേ വർത്തമാനം ദൃഷ്ട്വാ പുനസ്തം സംഗൃണ കുബുദ്ധിം പ്രായോജയേതുസ്പദകം യഥാന്തം. പറയണു, സ്വതേ അറിയുന്നവനും അറിവുള്ളവനും കൃപയുള്ളവനുമായ വിവേകിയായ ഏതൊരുവൻ അജ്ഞാനത്തിൻ്റെ നടുവിൽ ഇരിക്കുന്നവനും കുൽസിത ബുദ്ധിയുള്ളവനുമായ അവനെ വഴിവിട്ട് സഞ്ചരിക്കുന്ന കുരുടനെ എന്ന പോലെ കണ്ടിട്ട് വീണ്ടും പ്രേരിപ്പിക്കും. എന്ന് പറഞ്ഞാൽ തെറ്റായ മാർഗത്തിൽ നടക്കുന്നവനെ പ്രോത്സാഹിപ്പിക്കരുത് എന്നർത്ഥം. ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഒരു സൂക്കടുണ്ട്. എന്താ സൂക്കട്? കാക്കള്ളൻ, അരക്കള്ളൻ, മുക്കാക്കള്ളൻ, മുഴുക്കള്ളൻ എന്ന് പറഞ്ഞ മാതിരി കാൽക്കള്ളനെ അരക്കള്ളനാക്കും, അരക്കള്ളനെ മുക്കാക്കള്ളനാക്കും, മുക്കാക്കള്ളനെ മുഴുക്കള്ളനാക്കും. ഇനി ഒരു പിരി കമ്മിയാണെങ്കിൽ അവൻ്റെ വേറെ 1-2 പിരി കൂടി ലൂസാക്കി കൊടുക്കും. അങ്ങനെ ടോട്ടൽ പിരി മുറുക്കാൻ സമ്മതിക്കാണ്ട് പിരി അയക്കാൻ താല്പര്യം കൂട്ടുന്ന മന്ദബുദ്ധികളാണ് നമ്മുടെ ഇടയിൽ. അവിടെയാണ് സങ്കടം. ഇനി ഇതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ്? ജന്മാന്തര സുഹൃതവശാൽ കർമ്മമാർഗം വീണ്ടും സംസാര സമുദ്രത്തിൽ ചെന്ന് വീഴുവാൻ ഉപകരിക്കുന്ന വഴിയാണെന്ന് അറിഞ്ഞിരിക്കുന്നവനും ആ ദുഃഖം അനുഭവിക്കുന്നവരിൽ കരുണയോടുകൂടിയവനുമായ ഏതൊരു വിവേകി
മഹാമായ മോഹിതനായതുകൊണ്ട് അജ്ഞാനാന്ധകാരത്തിൽ അകപ്പെട്ടും അധപ്പതിക്കുവാനും ഉപകരിക്കുന്ന കുൽസിത മാർഗത്തെ നല്ല വഴിയാണെന്നുറച്ചുകൊണ്ട് പോകുന്നവനും ആയവനെ കുണ്ടിൽ വീഴുവാൻ എളുപ്പമുള്ള ദുർമാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്ന കുരുട സമാനനാണെന്ന് കണ്ടിട്ടും അത് തന്നെ ശുഭമാർഗമെന്ന് ഉപദേശിക്കും. ആരുപദേശിക്കും? പാപികൾ. വിവേകവും പ്രാണികാരുണ്യവുമുള്ള പണ്ഡിതനാണെങ്കിൽ ആ വിധം ഉപദേശിക്കുകയില്ല. ശാസ്ത്രാഭ്യാസ നിമിത്തം പണ്ഡിതന്മാരെന്ന് നടിക്കുന്നവർ ആ വിധം ഉപദേശിക്കുന്നുണ്ടെങ്കിൽ ഈശ്വരകാരുണ്യത്തിന് പാത്രീഭൂതന്മാരല്ലാത്തവരും മായാമോഹചിത്തന്മാർ തന്നെ. അല്ലേ? സപ്താഹം മലയാളം പണ്ഡിറ്റുമാർ, സംസ്കൃത പണ്ഡിതന്മാർ, അല്ലെങ്കിൽ സംസ്കൃത അധ്യാപകന്മാർ, സംസ്കൃത പാണ്ഡിത്യം ഉണ്ടെന്നറിയിക്കാൻ കുറച്ച് ശ്ലോകങ്ങളൊക്കെ ബൈഹാർട്ട് പഠിച്ച് അന്വയിക്കും. പക്ഷേ ഒരിക്കലും സന്മാർഗനിരതന്മാരാവില്ല അവർ. അതുകൊണ്ടാണ് എന്ത് ചെയ്യണത്? സാക്ഷാൽ ഐശ്വര്യപൂർണനായിരിക്കുന്ന ജഗന്നിവാസൻ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടും നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യാവുന്ന ഈ 101 രൂപയുടെ ഐശ്വര്യപൂജയിൽ നിങ്ങൾ ഇരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടുന്നു പറയണതുണ്ടല്ലോ, ആസനം പൊക്കി പട്ടയ്ക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ്. ഞാൻ സോറി, എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നു. ഞാനല്ല പറഞ്ഞത്, എന്നെ കൊണ്ട് ഭഗവാൻ പറയിപ്പിച്ചു. നിങ്ങൾ എന്നെപ്പറ്റി എന്ത് കരുതിയാലും എനിക്ക് പ്രശ്നമില്ല. കാരണം ഈ ഒരു അർത്ഥതലം സുഹൃതം കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിനെ അന്യതാകരിക്കാൻ നമുക്ക് ആർക്കാ അധികാരമുള്ളത്? പറയൂ. അപ്പോൾ അടുത്ത ശ്ലോകം 18 പറയണോ? ഗുരു ന സത്സ്യാൽ സ്വജനോ ന സത്സ്യാത് പിതാന സസ്യാൻ ജനനീന സാസ്യാത് ദൈവം ന തസ്യാന്ന പതിശ്ച സസ്യാൻ നമോജയേലിയ സമുപേദം മൃത്യും. മൃത്യുവിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ജനിക്കാതെ കണ്ടിരിക്കണം. ജനിക്കാതെ കണ്ടിരിക്കണമെങ്കിൽ മോക്ഷം കിട്ടിയിട്ടുണ്ടാവണം. വേണ്ടേ? അതാണ് ഇനി പറഞ്ഞത്. മൃത്യുമാർഗത്തെ പ്രാപിച്ചിരിക്കുന്നവനെ യാതൊരുവൻ മോചിപ്പിക്കുന്നില്ലയോ? അതാണ്, അവനെ രക്ഷിപ്പിക്കണം. അവൻ ഗുരുവായിട്ടും സ്വജനമായിട്ടും പിതാവായിട്ടും ദൈവമായിട്ടും ഭർത്താവായിട്ടും അവൾ മാതാവായിട്ടും ഭവിക്കുന്നില്ല. മൃത്യുമാർഗത്തെ പ്രാപിച്ചിരിക്കുന്നവനെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ജനിക്കാണ്ടിരിക്കാനുള്ള വൈഭവങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണോ? എങ്ങനെ? ലോകത്തിൽ എത്രയോ പുത്രാദികളെ ധനസമ്പാദന മാർഗങ്ങളിൽ പ്രേരിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ, അവരെ കുറിച്ച് എന്തു പറയുന്നു എന്നുള്ള ശങ്കയെ പരിഹരിക്കുന്നു. പൈസ ഉണ്ടാവാനുള്ള വിദ്യ അല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. പിന്നെയോ അധർമ്മം ചെയ്യാതെ കണ്ടിരിക്കാനുള്ള വിദ്യ പറഞ്ഞു കൊടുക്കേണ്ടത്. ജനന മരണ പ്രവാഹത്തിലേക്ക് ചെന്ന് ചാടി നശിപ്പാൻ ഭാവിക്കുന്ന ശിഷ്യനെ അതിൽ നിന്ന് മോചിപ്പിക്കുവാൻ ശക്തനല്ലാത്ത ഗുരുസ്ഥാനം വഹിപ്പാൻ അർഹനല്ല. അതേമാതിരി വെറും ധനാഗമനത്തിന് പ്രേരിപ്പിക്കുന്ന അച്ഛൻ പിതാവല്ല. സോറി, ഞാനല്ല പറഞ്ഞത്, വ്യാസർ പറഞ്ഞിട്ടുള്ളതാണ്. വ്യാസർ പറഞ്ഞത് ശരിയാണെന്ന് അനുഭവം കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. ആത്മഹത്യ ചെയ്യുവാൻ ഭാവിക്കുന്നതിനെ കണ്ടിട്ടും അതിൽ നിന്ന് പിൻവലിപ്പിക്കാൻ ശ്രമിക്കാത്ത ഒരു ബന്ധുവിനെ ബന്ധുവെന്ന് പറയുവാനും വയ്യ. ആ നിലയിൽ വർത്തിക്കുന്ന പുത്രനെ രക്ഷിക്കുവാൻ ശക്തനല്ലാത്ത പിതാവ് പിതൃസ്ഥാനം വഹിപ്പാനും യോഗ്യനല്ല. മാതാവ് മാതൃസ്ഥാനം വഹിപ്പാനും അർഹയല്ല. അതായത് ജന്മം കൊടുത്ത മകളെ രണ്ടാനച്ഛൻ മിസ്യൂസ് ചെയ്യുന്നു എന്ന് അറിഞ്ഞ മാതാവ് ആ രണ്ടാനച്ഛനെ തിരസ്കരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അമ്മ എന്ന പദത്തിന് അർഹയല്ല.
താൻ രണ്ടാമത് വിവാഹം കഴിച്ച സ്ത്രീയിൽ ആദ്യത്തെ കുട്ടിക്ക് അച്ഛനായിട്ട് ഇരിക്കാൻ കഴിവില്ലാത്ത പുരുഷൻ പിതൃസ്ഥാനം അലങ്കരിക്കാൻ ശക്തനല്ല, ഭർത്താവാൻ ശക്തനല്ല. ഇതൊക്കെയാണ് ഭാഗവതം പഠിപ്പിക്കുന്നത്. ഇതാരൊക്കെ വേണം അല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത്, സേവിനായ ഈശ്വരൻ സേവകനെ സംസാരമാർഗത്തിൽ നിന്ന് കരകയറ്റുന്നില്ലെങ്കിൽ ആ ദൈവം ദൈവവുമല്ല. ആ നിലയിലിരിക്കുന്ന ഭാര്യയെ രക്ഷിക്കുവാൻ അശക്തനായ ഭർത്താവ് ഭർത്തൃസ്ഥാനം വഹിപ്പാനും യോഗ്യനല്ല. ഇത്രയൊക്കെ കമനീയമായ ആശയങ്ങൾ ആണ് ഭാഗവതത്തിലുള്ളത്. ഇതൊന്നും മനസ്സിലാക്കാതെ കണ്ട് എല്ലാവരും ആ ശ്ലോകം ചൊല്ലിയാൽ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവുമെന്ന് തെറ്റിദ്ധരിച്ച് യൂട്യൂബിൽ കൂടെ കാശ് വാങ്ങി ജീവിക്കുന്നുണ്ടെങ്കിൽ വളരെ മോശമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വേറെ എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ സർവജ്ഞനും സർവവ്യാപിയുമായ ശ്രീഹരിയുടെ അനുഗ്രഹാശിസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം പ്രതിപാദിച്ച രീതിയിലുള്ള ഭാഗവത തത്വശാസ്ത്രങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളാതെ കണ്ട് നിങ്ങൾക്ക് കരകയറാൻ പറ്റില്ല, എന്ത് മന്ത്രം ചൊല്ലിയിട്ടും കാര്യമില്ല എന്നുള്ള സത്യത്തെ നമസ്കരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.